Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഒരു പണ്ടത്തെ കാലത്തെ ചായക്കടയിൽ കിട്ടുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇതിൻ്റെ പേരാണ് മുന്തിരിക്കൊത്ത്. മുന്തിരിക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഇത് 2-3 എണ്ണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു മുന്തിരിക്കൊല പോലെ നമുക്ക് തോന്നും, അതുകൊണ്ടാണ് മുന്തിരിക്കൊത്ത് എന്നുള്ള പേര് വന്നത്. ഇതിന് ഒരു സുഖിയൻ്റെയും അതുപോലെ തന്നെ മോദകത്തിൻ്റെയൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് 2-3 ആഴ്ച കൂടുതൽ നമുക്ക് കേടാകാതെ ഇത് സൂക്ഷിച്ചു വെക്കാനും പറ്റും. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അടിപൊളി മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം കുറച്ച് ചെറുപയറൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എല്ലാം എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ മാറി മാറി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത് മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു മണം വരും. അതുപോലെ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറിക്കിട്ടും. എല്ലാ പയറിൻ്റെയും കളറങ്ങ് മാറില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നല്ലൊരു മണം വരുമ്പോൾ നമുക്കറിയാം ഇത് മൂത്തിട്ടുണ്ടെന്ന്. അതുപോലെ ഏകദേശം ഈ ഒരു കളറും ആയി കിട്ടും. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചു വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് ചെറുപയറിന് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ നമുക്ക് അത് നേരത്തെ പോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളില്ലേ, കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതാണെങ്കിലും ഉപയോഗിക്കാം. കറുത്ത എള്ളിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോഴേ എള്ള് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോഴേക്കും എള്ളും ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും മാറി മാറി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മൂത്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്നവരെ മതി, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോരുത്. ഇനി ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു നൂൽ പരുവ ആകുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. ചെറുപയർ എപ്പോഴും പൊടിക്കുമ്പോഴേക്കും തരിതരിപ്പായിട്ട് പൊടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ തീരെ അങ്ങ് ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചേക്കുന്നത്. ഒരു അല്പം തരിതരിപ്പ് കയ്യിൽ ഫീൽ ചെയ്യണം. എന്നിട്ട് ആ ചെറുപയർ പൊടിയും കൂടെ നമുക്ക് ഈ ചൂട് ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എള്ളും കൂടെ ഉള്ളതുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചുക്ക് ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർക്കാം. ഞാനിവിടെ ചുക്ക് ചേർക്കുന്നില്ല. ചുക്കില്ലെങ്കിൽ കുഴപ്പമില്ല, ഏലക്കയുടെ ഫ്ലേവർ നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ ചൂട് ശർക്കര പാനിയിൽ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടായിരിക്കും. കൈയൊന്നും ഇട്ട് മിക്സ് ചെയ്യരുത്, സ്പൂൺ എന്തെങ്കിലും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരല്പം ചൂട് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞ് നമുക്ക് കൈവച്ച് ഉരുട്ടിയെടുക്കാൻ പരുവാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്കിത് മുക്കി പൊരിക്കാനുള്ള
മാവ് റെഡിയാക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒത്തിരി ശർക്കര പാനിയിൽ കൂടിപ്പോയാൽ ഇത് ഒത്തിരി അങ്ങ് ലൂസായിപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നെയ്യൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാനും സൗകര്യമാണ് നെയ്യ് ചേർക്കുമ്പോഴേക്കും. അതിന് വേണ്ടിയാണ് നമ്മളൊരല്പം നെയ്യ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതാണെങ്കിലും എടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണോളം, ചെറിയ സ്പൂണാണ്, ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒട്ടിക്കിട്ടാനും കൂടെ വേണ്ടിയാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ദോശമാവിനേക്കാൾ ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതാകുമ്പോൾ ചെറിയ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രമേ അതിൻ്റെ പുറത്തുണ്ടാവുള്ളൂ, നമ്മുടെ മുന്തിരിക്കൊത്തിൻ്റെ പുറത്തുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ആകുമ്പോൾ ഇത്തിരി ലൂസായിട്ട് എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള കോട്ടിങ്ങാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. തീരെ അങ്ങ് ലൂസായി പോകരുത്. ചെറിയൊരു കോട്ടിങ് അതിൻ്റെ പുറത്ത് വേണ്ടതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് തീരെ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കലക്കിയെടുക്കുക. അപ്പം ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എനിക്കിത് ചെറിയ ബൗളായതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെറുപയർ പൊടിയൊക്കെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുത്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ അതിനല്പം കട്ടി കൂടും. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അല്പം ശർക്കര പാനിയൊക്കെ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചെറു ചൂടോടെ തന്നെ അത് തണുത്ത് പോകുന്നതിന് മുന്നേ ഉരുട്ടിയെടുക്കുക. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കയ്യിൽ അധികം ഒട്ടാതെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്ന വലുപ്പത്തിലെടുക്കുക, എന്നാലാണ് ആ മുന്തിരിക്കൊത്തിൻ്റെ കറക്റ്റ് വലുപ്പം കിട്ടുക. അപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നാടൻ പലഹാരമല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതുപോലെ 3 എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് ഒരുമിച്ച് തന്നെ മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ മീഡിയം ചൂടേ ആകാവുള്ളൂ, ഒത്തിരി അങ്ങ് ചൂടായി പോകരുത്. കയ്യിൽ എണ്ണ തെറിച്ച് വീഴാതെ സൂക്ഷിച്ച് 3 എണ്ണം ചേർത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 3 എണ്ണം ചേർത്തിടുമ്പോഴേക്കും അതിൽ നിന്നൊന്ന് ഒന്നോ രണ്ടോ മാറിപ്പോയാലും സാരമില്ല. അപ്പം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 3ഉം കൂടെ ഒട്ടിയിരുന്നോളും. അപ്പോഴാണ് കറക്റ്റ് ഭംഗിയിൽ മുന്തിരിക്കൊത്ത് കിട്ടുക. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ 3 എണ്ണം വീതം എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ നമ്മുടെ മുന്തിരിക്കൊത്ത് മുങ്ങിക്കിടക്കാനും മാത്രം എണ്ണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇടുമ്പോഴേക്കും കറക്റ്റ് മേളിൽ നിൽക്കുന്ന രീതിയിൽ എണ്ണ വേണം. ഇതധികം എണ്ണയൊന്നും കുടിക്കില്ല. എണ്ണയൊക്കെ നമുക്ക് അതുപോലെ തന്നെ മിച്ചം ഉണ്ടാവും. അപ്പോൾ ഒരു വശം മൂത്ത് കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ കരിഞ്ഞു പോകുന്നതല്ല കേട്ടോ, നമ്മുടെ ചെറുപയറിൻ്റെ കളറാണത്. അത് നല്ല ക്രിസ്പിയായി തന്നെ വറുത്തെടുത്താലേ നല്ല മൊരിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും മൂത്തതിന് ശേഷം നമുക്ക് കോരിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വെറൈറ്റി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്